ഈ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം ദേശീയത എന്ന് പറഞ്ഞ സങ്കല്പം ആ വരയുടെ അപ്പുറം ശരി, ആ വരയുടെ അപ്പുറം തെറ്റ്, അങ്ങനെയാണല്ലോ. അതായത് ഞാനത് പറയാൻ കാരണം സൈഫ് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു ബലൂച്ച് ഭീകരവാദികൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ടെലിവിഷൻ ചാനൽ ബലൂച്ച് പോരാളികൾ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബലൂച്ച് ഭീകരവാദികളെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരാൾ കേസ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ടെലിവിഷൻ പാകിസ്ഥാൻ പറയുന്നത് ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന ഇന്ത്യയാണെന്നാണ്. അത് അവരുടെ ആരോപണം മാത്രമാണ്, അത് അങ്ങനെ തെളിവൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളങ്ങനെ ഭീകരവാദികൾ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അതേസമയം തന്നെ കശ്മീരിലെ വിഘടനവാദികളെ പാകിസ്ഥാൻ വിളിക്കുന്നത് എന്താണ്? അവർ പോരാളികൾ എന്നാണ് വിളിക്കുക. നമുക്ക് അവർ തീവ്രവാദികളാണ്, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നൊക്കെ അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് പറയുക. ഇതൊരു പ്രശ്നമല്ലേ? ഒരേ പ്രവൃത്തി ഒരു വരയുടെ അപ്പുറത്ത് നിന്ന് ചെയ്യുന്ന തെറ്റാവുകയും അവരുടെ ഇപ്പുറത്ത് നിന്ന് ശരിയാവുകയും ചെയ്യുന്നതിനാണ് ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേശീയതകളുടെ രൂപങ്ങളും ഈ ദേശീയതയുടെ ഇൻബിൽറ്റായി തന്നെ ആ ഒരു പ്രശ്നമുണ്ട്. വരയുടെ അപ്പുറം എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റും ഇപ്പുറം ഒന്ന് ശരിയാവുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. അത് ഇതുവരെയും അൺആൻസേർഡ് ക്വസ്റ്റ്യനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ദേശീയത നിൽക്കുമ്പോൾ തന്നെ ഈ ദേശീയതയ്ക്കകത്തുള്ള ഉപദേശീയതകളാണ് ഈ വിഘടനവാദ പോരാട്ട ഗ്രൂപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. അത് ഏഷ്യൻ കൺട്രീസിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലുണ്ടായിരുന്നല്ലോ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞാൽ അയർലൻഡ്. അപ്പോൾ അയർലൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, ബ്രിട്ടൻ്റെ ഭാഗമായ ഒരു നോർത്തേൺ അയർലൻഡ് ഉണ്ട്. അവിടെയാണ് അത് രൂപം കൊണ്ടത്. അവർക്ക് അയർലൻഡിനോടൊപ്പം പോകണം, ബ്രിട്ടൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ വെയിൽസ് എന്ന് പറഞ്ഞൊരു കൗണ്ടി ഉണ്ട്. വെയിൽസ് വേറെ ഭാഷയാണ്, ഇംഗ്ലീഷല്ല സംസാരിക്കുന്നത്, വെൽഷ് ഭാഷയാണ്. അവർക്ക് ഈ UK ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയുക അവർ. ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഇപ്പോൾ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ പോരാട്ടങ്ങളെ അവർ അടിച്ചമർത്തുകയായിരുന്നു. ഇനി ബാഴ്സലോണ സ്ഥിതി ചെയ്യുന്ന കാറ്റലോണിയ, അവർ വേറെ ഭാഷയാണ്, കറ്റാലൻ ഭാഷയാണ്. അവർ സ്പെയിനിനെതിരായിട്ട് നിൽക്കുകയാണ്. അവർ ഒരു ഉപദേശീയത ഉയർന്നു വരികയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ് കറ്റാലൻ ഓട്ടോണമിക്ക് വേണ്ടിയുള്ള വാദം. അതൊരു ഓട്ടോണമസ് റീജിയൻ കൂടിയാണ്. അങ്ങനെ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞാൽ 4 രാജ്യങ്ങളുടെ ഇതിൽ പങ്കിടുന്നത്. തുർക്കിയുടെ ഒരു ഭാഗം, സിറിയയുടെ ഒരു ഭാഗം, ഇറാൻ്റെ ഒരു ഭാഗം, ഇറാഖിൻ്റെ ഒരു ഭാഗം. അവിടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അവർ വിമോചന പോരാട്ടത്തിലാണ്. കുർദു വംശജരാണ് അവർ. പക്ഷേ തുർക്കിയിലെ PKK എന്ന് പറയുന്ന കുർദിഷ് പാർട്ടി, PKK തുർക്കി അവരെ എന്തായിട്ടാണ് ഭീകര സംഘടനയായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തതാണ്. യൂറോപ്യൻ യൂണിയനും അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്തതാണ്. അവരുടെ നേതാവ് അബ്ദുള്ള ഒക്കലാൻ ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ ഈ PKK പിരിച്ചുവിടുകയാണ്, ഞാൻ ഈ സമരത്തിനില്ല. അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ ഈ വിഘടനവാദമായിട്ട് മുന്നോട്ട് പോയാൽ തുർക്കിയുടെ ഏകതയെ അത് ബാധിക്കുന്നു, പുറത്തു നിന്നുള്ള ശക്തികൾ തുർക്കിക്കെതിരെയാവുന്നു. അതിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ഭീഷണിയാണോ മറ്റെന്തോണെന്ന് നമുക്കറിയില്ല. പക്ഷേ കുർദു പോരാട്ടം വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദേശീയതയ്ക്കെതിരായ ഉപദേശീയതകളുടെ ചെറുത്തുനിൽപ്പുണ്ട്. ഈ ചെറുത്തുനിൽപ്പിൻ്റെ കാരണം എന്താണ്? ഈ ഗ്രാൻഡ് നറേഷനിൽപ്പെട്ട ഈ വലിയ ദേശീയത ഈ ഉപദേശീയതകൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം. ഇപ്പോൾ കാറ്റലോണിയയാണെങ്കിലും ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയാണെങ്കിലും ബലൂചിസ്ഥാനിലെ ആളുകളാണെങ്കിലും, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അഫ്ഗാൻ്റെ ബോർഡർ മുതൽ താഴേക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ പ്രദേശം ഒരു വരണ്ട മരുഭൂമി പോലുള്ള പ്രദേശമാണ്. പക്ഷേ അവിടെ ധാരാളം ധാതു സമ്പത്തുണ്ട്. ഈ ആളുകളും കുറവാണ്, ജനസംഖ്യ കുറവാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ മൊത്തത്തിലൊരു എക്കണോമി, കൾച്ചർ, പൊളിറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല ഇവരുടെ ധാതുക്കൾ മുഴുവൻ കുഴിച്ചെടുക്കുന്നത് ഫെഡറൽ ഗവൺമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഇവർ നിരന്തരം അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നലിൽ നിന്നാണ് ഈ വിഘടനവാദം വരുന്നത് തന്നെ. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. തങ്ങൾ അവഗണിക്കപ്പെടുന്ന, തങ്ങൾ ദേശീയ മുഖ്യധാരയിൽ നിന്ന് അകന്നു പോകപ്പെടുന്ന അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെടുന്ന തോന്നലിൽ നിന്നാണ് വിഘടനവാദ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവരെ കൂട്ടി നിർത്തേണ്ടത് ആരുടെ ബാധ്യതയാണ്? സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് നടക്കാത്തതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിലാണെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വിഘടനവാദങ്ങളാണെങ്കിലും, നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നുണ്ട് മണിപ്പൂർ, നാഗാലാൻഡ്, സിക്കിം, മേഘാലയ തുടങ്ങിയുള്ള വിഘടന ഗ്രൂപ്പുകളാണെങ്കിലും അവരെ ദേശീയ മുഖ്യധാരയിലേക്ക് ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഈ ഭരിക്കുന്നവരുടെ ബാധ്യതയാണ്. അങ്ങനെ സാധിക്കാത്തടത്ത് എല്ലായിടത്തും വിഘടനവാദം ഉണ്ടാകും. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ദേശീയതയുടെ മുഖ്യമായ ഘടകം മതമാണ്. ഒരു മതത്തിൻ്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവർ ചോദിച്ചു വാങ്ങിയ ഒരു രാജ്യമാണത്. അപ്പോൾ ദേശീയതയുടെ ആധാരശില ഭാഷയാണോ, വംശമാണോ, ദേശമാണോ, മതമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഏതിൻ്റെ പുറത്താണെങ്കിൽ ഈ ദേശീയതയ്ക്ക് അതിൻ്റേതായ ചില പാരഡോക്സ് ഉണ്ട്. അതിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു മാതൃകയാണ് പാകിസ്ഥാൻ്റേത്. കാരണം മതം മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യമാണ്. ഒരു സമുദായത്തിൻ്റെ പേരിൽ മേടിച്ചെടുത്ത ഒരു രാജ്യം അത് മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുമെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാൻ. കാരണം മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ എന്തെങ്കിലും സാമുദായികമായ താല്പര്യങ്ങളൊന്നും അല്ല. അതിന് പിന്നിൽ, അതിനുള്ളിലും
മറ്റ് ഘടകങ്ങളുണ്ട്, മറ്റ് ഐഡൻറ്റിറ്റികളുണ്ട് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പാകിസ്ഥാൻ. അതിൻ്റെ ഒരു ഏറ്റവും ഫെയിൽഡ് മോഡൽ ഓഫ് നാഷണലിസമാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നതെന്ന് ഇപ്പോൾ ബലൂച്ച് സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്.